everybody, welcome to my channel Fitness Lover സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് JP അനു അഭിനവ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ആ പേജുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. 9 മാസങ്ങൾക്ക് മുമ്പ് അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പുള്ളിക്കാരുടെ ഹസ്ബൻഡുമായിട്ട് പോകുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഹസ്ബൻഡിന് തോളിന് സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടുകയും അനു എന്ന് പറയുന്ന പെൺകുട്ടി തലയടിച്ച് വീണിട്ട് സംസാരശേഷിയും ബോധവും പോയിട്ട് കൂടി ഒരു ചെറിയ കുട്ടികളുടെ പോലുള്ളൊരു അവസ്ഥയാവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു ഹസ്ബൻഡ്. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് എന്നിട്ട് അനുവിൻ്റെ ഹസ്ബൻഡ് ഈ ഫേസ്ബുക്ക് ചാനലിൻ്റെ അകത്ത് അനുവിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് അനു ഓരോന്നിങ്ങനെ അസുഖമില്ലാത്ത കുട്ടിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടുന്നതും ഓരോ ചേഷ്ടകൾ കാണിക്കുന്നതും ഒക്കെ വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര സഹതാപം പിടിച്ചു പറ്റി ഓരോന്നും പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർ ഇത് കണ്ടിട്ട് പണം അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു 25 ലക്ഷത്തോളം രൂപ ഈ ഹസ്ബൻഡ് സമാഹരിക്കുകയും ചെയ്തു. ചികിത്സാ ചെലവിനൊന്നും ആ പെൺകുട്ടിക്ക് കൊടുക്കാതെ ആ പെൺകുട്ടിയെ നോക്കാതെ ആ പെൺകുട്ടി ഉപദ്രവിക്കുകയും ഫുഡടിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര ലാവിഷായിട്ട് ട്രാവൽ ചെയ്തും ടൂർ പോയും ഒക്കെ തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് ഇത് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവൻ എൻ്റെ മകളെ നോക്കുന്നില്ല, എൻ്റെ മകളെ ഉപദ്രവിക്കുമായിരുന്നു, പൈസയൊന്നും ചിലവാക്കിയിട്ടില്ലെന്ന്. അങ്ങനെ ഇത് പുറം ലോകം അറിഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡ് രംഗത്തെത്തിയിട്ടുണ്ട്. ഡിഫമേഷൻ കേസ് കൊടുത്തു ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെതിരെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഹസ്ബൻഡ് പറയുന്ന വിശദാംശങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹസ്ബൻഡ് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയെ ശരിക്കും വളരെ കെയർഫുള്ളായിട്ടാണ് നോക്കിയത്, ഞാനൊന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഇതിൻ്റെ അകത്ത് ഭാര്യയുടെ ചേച്ചിയാണ് ചിലവിന് വേണ്ടിയിട്ട് 18 ലക്ഷം രൂപ എടുത്തത്, ബാക്കി 7 ലക്ഷം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുമാണ് ആയത്. പക്ഷേ ആക്ച്വലി 7 ലക്ഷം രൂപയൊക്കെ ഒരു തോളിലെന്നെ നിസ്സാരമായ പരിക്കുകളൊക്കെ ആണെങ്കിൽ 7 ലക്ഷം രൂപയൊക്കെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നു, വരുമോ അത്രയും ചിലവാകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനു എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നു എന്നല്ലാണ്ട് തെളിവുകളൊന്നും പബ്ലിക്കിൽ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കേസുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ഈ കണ്ടതാണ് അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡും. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും സഹായം അയച്ചു കൊടുക്കാൻ തോന്നുന്നു. ഇനി പറയുന്ന പോലെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വീഡിയോയ്ക്കകത്ത് വളരെ ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ പൊന്നുപോലെയൊക്കെയാണ് നോക്കുന്നത്. അതിപ്പോൾ തട്ടിപ്പുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ പ്രത്യേകിച്ചും പൈസ വേണം എന്നുള്ളവർ ഭയങ്കര കെയർഫുള്ളായിട്ടൊക്കെ നോക്കുകയുള്ളൂ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ തനിക്കൊന്നും പുറത്ത് കാണിക്കുകയും ചെയ്യും. ഇതിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വശങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിക്കാണെങ്കിൽ പിന്നെ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു ഓർമ്മയില്ല, ബോധമില്ല, പിന്നെ ആ കേസ് നമുക്ക് വിടാം. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ അവരുടെ സൈഡാണ് പറയുന്നത്, എൻ്റെ മകളെ നോക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് തെളിവുകളും കാണിച്ചിട്ടുണ്ട്. ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തെളിവുകളും ജസ്റ്റ് ആ പോർഷൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആ പുള്ളിക്കാരൻ്റെ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ള ആ ഒരു സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണ് അതൊക്കെ. എല്ലാ പൈസയും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും. 10,000 20,000 വെച്ച് എല്ലാ പൈസയും ധനദാനത്തിന് അടിച്ചു കൊടുക്കുന്നത് ഈ പെൺകുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ ആ പൈസ ഒക്കെ എങ്ങനെയാണ് ഒരു സംഘത്തിൽ കൊണ്ട് എങ്ങനെയാണ്
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. ഈ പെൺകുട്ടിയെ ഇയാൾ നോക്കത്തില്ല. ഇപ്പോൾ ആദ്യം അത് വെളിയിൽ വന്നില്ല, ഇപ്പോഴാണ് അത് വെളിയിലേക്ക് വന്നത്. ചിലപ്പോൾ കുറേയൊക്കെ ചിലപ്പോൾ ഈ അമ്മ കണ്ടില്ല കെട്ടില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് മകളെ നോക്കുന്നില്ല, ഇവൻ മകളുടെ പേരും പറഞ്ഞ് പൈസയും വാങ്ങിക്കുന്നു, ആ പൈസ മകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നില്ല, ഇവൻ്റെ സ്വന്തം സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ട് ഇവൻ ചിലവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അത് ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ ഇത് പുറം ലോകത്തേക്ക് എത്തിച്ചത് നന്നായെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അനുവിൻ്റെ ഹസ്ബൻഡിന് പുള്ളിക്കാരൻ്റെ മുറപ്പെണ്ണുമായിട്ട് എന്തോ റിലേഷനുണ്ട്, വിഹിതം ഉണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെയും ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിനെതിരെ അനുവിൻ്റെ ഹസ്ബൻഡ് കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്ന വഴി ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിശദാംശം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കാം. അനുവിൻ്റെ ഹസ്ബൻഡ് എനിക്കത് അപകീർത്ത് എന്നെ മോശപ്പെടുത്തിയ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ സത്യാംശങ്ങൾ അറിയണം. ഞാനിപ്പോൾ സ്റ്റേഷനിൽ പിന്നെ കോടതിയിലോട്ട് പോവുകയാണ്. കാരണം അതിൽ ആ വീട്ടിൽ ചെയ്തിട്ട് ഒരു സത്യവുമില്ല. ആ വീട്ടിൽ ചെയ്തിട്ട് ഒരു സത്യവുമില്ല. ഞാനിപ്പോൾ എൻ്റെ ശരിക്കും തന്നെ എൻ്റെ മോൻ സ്റ്റേഷനിൽ ഇറങ്ങി വരുവാണ്. പക്ഷേ കാരണം ഞങ്ങളുടെ ഭാഗത്ത് കുഞ്ഞിനോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റില്ല ഡീറ്റെയിൽസ്. സത്യങ്ങൾ തെളിയണം, സത്യങ്ങൾ തെളിഞ്ഞേ വന്നിട്ടുള്ളൂ. കാരണം അവർ പറയുന്ന 25 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എനിക്കുണ്ടായത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തലയിലാണ്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ 14 ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി 18 ലക്ഷം രൂപ ചിലവാണ് ചെയ്ത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെ. ആ 18 ലക്ഷം രൂപയുടെ കണക്ക് പറയുന്നത് അവരാണ്, ഞാനല്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞ 25 ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ 25 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷം രൂപയും 18 ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കാരണം യൂസ് ചെയ്തത് അവരാണെന്നുള്ള തെളിവ് എല്ലാവരുടെയും കയ്യിലുണ്ട്. കാരണം അവരുടെ കയ്യിലായിരുന്നു ഏറ്റവും കൈ സാധ്യതയില്ലാത്തതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൈസ തരുന്ന പൈസ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഈ 18 ലക്ഷം രൂപയുടെ തെളിവുകൾ കാണിക്കേണ്ടത് അവരുടെ ചേട്ടത്തിയാണ്. ആ ചേട്ടത്തി നിരത്തണം 15 ലക്ഷം രൂപ എത്തിയാണ്. എനിക്ക് മനസ്സിലായിട്ട് 18 ലക്ഷം രൂപയുടെ കണക്കുകൾ കാണിക്കുന്നത് ആ ചേട്ടത്തിയാണ്. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുവാണ്. ഞാൻ പോലീസായാലും സാമാന്യ പറഞ്ഞ രീതിയിലുണ്ട്. ഞാൻ കുറച്ച് വേറെ കേസ് ഫയൽ ചെയ്യാൻ പോകണം. കാരണം ചങ്ങാതി എന്ന് പറയുന്ന ചാനൽ തെറ്റിദ്ധാരണകളാണ് അതിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. സത്യസന്ധമായിട്ടുള്ള വീട് ചെയ്തിരുന്നെങ്കിൽ ഞാനിതിന് പുറത്തില്ലായിരുന്നു. കാരണം അദ്ദേഹം അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറഞ്ഞ് വീട് ചെയ്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാനിപ്പം പോകുന്നുണ്ട്. ഞാൻ കോടതിയിൽ പോകണം, വിലയിരുത്താൻ പോകണം. കാരണം ഇതിനകത്തൊരു ഒരു കള്ളത്തരമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ പകുതി അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. അന്ന് അവരായിരിക്കും വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളെ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഒരു 9 മിനിറ്റോളം വരുന്നൊരു വീഡിയോയാണ് പുള്ളി ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ചാരിറ്റി തട്ടിപ്പ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഇങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ജെന്യുവനായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പൈസ എത്തില്ല. അപ്പം നമുക്കിപ്പോൾ കൊടുക്കാൻ തോന്നും. ഇപ്പം ഞാൻ തന്നെ ഫേസ്ബുക്കിൽ കുറേ കാണാറുണ്ട് ഇങ്ങനെ ഓരോ അപൂർവ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് അസ്ഥിമഞ്ജരം പോലെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ സഹായം ചോദിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ TV ചാനലുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ കാണാറുണ്ട്. അപ്പം എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ജെന്യുവിനായിരിക്കും അല്ലെങ്കിൽ തട്ടിപ്പായിരിക്കുമോ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പൈസ ഇടാൻ തോന്നിയിട്ടുമുണ്ട്. അതേസമയം ഇത് ജെന്യുവിനാണെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ ഞാനെപ്പോഴും ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടെന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്കും ഞാൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി ഞാൻ കൊടുത്തിട്ടില്ല പൈസ. അപ്പോൾ ഞാൻ കൊടുക്കണം തോന്നുമ്പോഴും എനിക്കും തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ജെന്യുവിന് ഏതാണ് അല്ലെങ്കിൽ തട്ടിപ്പ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു
ഇങ്ങനെ ഒരു വൃക്ക മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പാട്ടയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പൈസ ഇടാനായിട്ട് ചിലരിങ്ങനെ പാട്ട് പാടുന്നത് കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി, ഞാൻ പറയുന്നത് അതാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലിയാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കാനായിട്ടൊരു സന്തോഷം കിട്ടും. ചിലരിങ്ങനെ പാട്ട് പാടിയായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അത് പിന്നെയും കൊടുക്കാനായിട്ട് പാട്ട് കേട്ടെങ്കിലും കൊടുക്കാം. ചിലർ ഇങ്ങനെ ഒരു ഫോട്ടോയും കാണിച്ച് പാട്ടയും കൊണ്ടുവന്ന് ഒക്കെ ജെനുവനാണോ, ശരിക്കും 3-4 തടിയന്മാരുള്ള ആണുങ്ങളായിരിക്കും ഇതിൻ്റെ കൂടെ നടക്കുന്നത്. ജെനുവനാണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്ന് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും റിയൽ ആണോ എന്ന് ശരിക്കും അന്വേഷിച്ചറിഞ്ഞിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. കഴിയുന്നതും പരിചയമുള്ളവർക്കൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അല്ലാത്തവരുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം ചാരിറ്റി തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ഈ തട്ടിപ്പുകൾ ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ തട്ടിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ ഫോൺ ചോദിക്കുക, എൻ്റെ ഫോൺ ഈ ചോദിക്കുന്ന ആളുടെ ഫോൺ മിസ്സാണ്, അപ്പോൾ അതുകൊണ്ടൊന്ന് വിളിച്ച് ചോദിക്കാനാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫോൺ കൊടുക്കുകയും അങ്ങനെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയോ കുറേ തട്ടിപ്പുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ ചാർജർ, നമ്മൾ പബ്ലിക് ചാർജറൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതിലൂടെ ഡാറ്റ, നമ്മളുടെ OTP നമ്പർ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലെ പൈസ മുഴുവൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കണേ, നമ്മളൊരു സാധാരണ മനുഷ്യന് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തട്ടിപ്പുകളാണ് ദിനംപ്രതി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഓരോ തരത്തിൽ, പല രൂപത്തിൽ, ഭാവത്തിൽ. അപ്പം ഞാൻ ഈ തട്ടിപ്പ് നടത്തുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുദ്ധി വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി എടുത്ത് ജീവിക്കാനായിട്ട് അത് ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക് ആ ബുദ്ധി? ഞാൻ ചോദിക്കണേണ്. അപ്പം എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു തട്ടിപ്പുകൾ ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു ബുദ്ധിയും അത് ചെയ്യാനുള്ളൊരു കഴിവോ അങ്ങനെയുള്ളതൊന്നും നമുക്കില്ല. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർ, ഇത്രയും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തിന് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചുകൂടാ? ഈ തട്ടിപ്പ് നിർത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഒരു ജോലി എടുക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തട്ടിപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയത് ആദ്യം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, പബ്ലിക്കിൻ്റെ മുമ്പിൽ പേരുദോഷം വരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഒരു പ്രാവശ്യം ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ പത്രത്തിലും ചാനലിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ വരും. അപ്പം നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധി, നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ തോന്നിയാൽ തന്നെ അത് വിടുക, പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കാനും പറ്റും, നിങ്ങൾക്ക് അതിലൂടെ പണം സമ്പാദിക്കാനും ഒക്കെ പറ്റും, സമാധാനത്തോട്ട് ജീവിക്കാൻ പറ്റും, ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾ ക്രിയേറ്റിവിറ്റിയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ചാരിറ്റി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആൾക്കാർ ഇതുപോലുള്ള കുറേ തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുവിൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ വശം പുള്ളിക്കാരന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും തെളിവ് സഹിതം ഇത് കോടതി തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ തെളിവുകൾ ഇപ്പോൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണല്ലോ ഇപ്പോൾ ഇവരെല്ലാവരും കിടന്ന് കളിച്ചത്. അപ്പോൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇവർ തെളിവുകൾ നിരത്തട്ടെ, കോടതിയുടെ മുമ്പിൽ സത്യം എന്താണെന്നുള്ളത് തെളിയിക്കട്ടെ. അപ്പോൾ ഏതായാലും ഇത് ആ രീതിയിൽ അങ്ങോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളല്ല, ഞാൻ ഉൾപ്പെടുന്ന ജനങ്ങളെല്ലാവരും എപ്പോഴും അലേർട്ടായിരിക്കുക. ഓരോ ദിവസം ദിനംപ്രതി തട്ടിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് പലതരത്തിൽ. ലോൺ എടുക്കുന്നതിനുള്ള തട്ടിപ്പ്, പിന്നെ ഒരു ഫോൺ പോലും ഇപ്പോൾ ഒരാളുടെ ആവശ്യത്തിനൊരു കോളിന് ചോദിച്ചാൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ തട്ടിപ്പ്, ചാരിറ്റി തട്ടിപ്പ്. എൻ്റെ ദൈവമേ, എന്തെല്ലാം തട്ടിപ്പുകളാണ് ദിനംപ്രതി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോർഫിങ് ചെയ്ത് അത് തട്ടിപ്പ്, പണം തട്ടുന്നത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അതിൽ ഫിറോസ് എന്നാണെന്ന് തോന്നുന്നു, ഒരു ചാരിറ്റി പ്രവർത്തകൻ ഇതേപോലെ മറ്റുള്ളവർക്കൊക്കെ പണം സമാഹരിച്ചിട്ട് അവരുടെ ഇതുപോലുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടോ പെട്ടെന്ന് തന്നെ സുഖപ്പെടാത്ത ഒത്തിരി പണം ചിലവാകുന്ന രോഗങ്ങൾക്കൊക്കെ കൊടുത്ത് സഹായിക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഇതുപോലെ ഒരു അമ്മയും മോളും, അമ്മയുടെ ചികിത്സയ്ക്കാണെന്ന് തോന്നുന്നു ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞ് ഇത്ര ലക്ഷം രൂപയാകും. അപ്പോൾ അത് പുള്ളിക്കാരൻ, ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ടിട്ട് ഈ പണം സമാഹരിക്കുകയും ഇത്ര പണം ആവശ്യമുള്ളത് ആ കുട്ടിക്ക് കൊടുത്തു. പക്ഷെ അതിൽ കവിഞ്ഞ് പണം ആ കുട്ടിയുടെ കയ്യിലിട്ട് എത്തിപ്പെടുമ്പോൾ
അവർക്ക് ആവശ്യമുള്ള ആ അമ്മയ്ക്കും മകൾക്കും ആവശ്യമുള്ള പണം എടുത്തിട്ട് ബാക്കിയുള്ളത് ഈ മീഡിയേറ്ററിന് കൊടുക്കണമല്ലോ. അത് മീഡിയേറ്ററിന് എടുക്കാനായിട്ടല്ല, അടുത്ത ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മക്കും മോക്കും ഈ മകൾക്ക് ഈ പണം ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കി വരുന്നത്, ചികിത്സ കഴിഞ്ഞ് ബാക്കി വരുന്നത് തിരിച്ച് ആ മീഡിയേറ്ററിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പെൺകുട്ടി പറയുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ അയച്ചു തന്ന പണമാണ്, ഇത് ഞങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആൾ പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പണം ഇത്രയും അവർക്ക് കൊടുത്തത്. അപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കാം, ഇതുപോലുള്ള രോഗമായിട്ട് കിടക്കുന്ന മറ്റുള്ളവർക്ക് അത് കൊടുക്കാം. അതുകൊണ്ട് ഇവർക്ക് ആവശ്യമുള്ളടത്തിട്ട് ബാക്കി എന്തായാലും തരണം എന്നാണ്. അങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂ നടന്നായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, ഈ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണു മഞ്ഞളിക്കണം, എല്ലാവരുടെയും അല്ല പലരുടെയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഈ പണത്തിനോട് ഇത്ര ആർത്തി എന്താണ്? നിങ്ങൾ ഈ അനധികൃതമായിട്ട് പണം സമ്പാദിച്ചു വെച്ചിട്ട് എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, മരണം എപ്പോൾ വരുമെന്ന് അറിയില്ല. ഒരു അസുഖം വന്നാൽ മതി ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകാനായിട്ട്, പിന്നെ ചാവുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിച്ചും തട്ടിച്ചും വേദനിച്ചും ഈ പണം സംഭരിച്ചിട്ട് എന്തിനാണ്? നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സമാധാനത്തോടെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? എത്ര കാലത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എന്തിനാണ് ഇത്ര ആർത്തി പണത്തിനോട് ജനങ്ങൾക്ക്? അതിൻ്റെ ആവശ്യം തിരിക്കണത്. നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ള ആൾക്കാരാണ്, അതെന്നാണ് ആ തീയതി എന്നും കൂടി അറിയില്ല. ഇത് സംഭരിച്ച് ഇങ്ങനെ എല്ലാം സംഭരിച്ച് വെച്ചിട്ട് എന്തിനാണ്? പണം വേണം, ജീവിക്കാനായിട്ട് പണം വേണം തീർച്ചയായിട്ടും. അത് നമ്മൾ നല്ല രീതിയിൽ കൂടി നമുക്ക് ആവശ്യമുള്ള പണം നമുക്ക് വേണം. ഈ അനധികൃതമായിട്ട് ഈ മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും അവരുടെ വേദനയും കണ്ട് അവരുടെ പ്രാപ്തി കിട്ടി ആ കിട്ടുന്ന പണം എന്തിനാണ്? ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഈ അനു എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ആരെങ്കിലും കൃത്യമായിട്ട് സഹായം കൊടുക്കാനിരിക്കണമെങ്കിൽ അവർ പോലും ഇനി കൊടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടാവുന്ന നല്ല സഹായം കൂടി ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇല്ലാണ്ടാവും. അപ്പം ഇതിനൊക്കെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? അവരുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ ജെന്യുവിനാണെന്ന് ഉറപ്പ് വരുത്തി ആ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇനി സഹായം ചെയ്യാവൂ. ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ട് മാത്രമേ ആക്കിയിട്ട് മാത്രമേ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ളത് കൊടുക്കാവൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.